ഗ്ലോറിയ ഓസ്കറിനോട് ഇനിയും ഇവിടെ നാശം വിതയ്ക്കരുതെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഓസ്കർ പിന്നെയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ലൈവ് ന്യൂസിൽ എല്ലാവരും ഇത് കാണുന്നുണ്ടായിരുന്നു. അതായത് മോൺസ്റ്ററും റോബർട്ടും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. ഗ്ലോറിയ ഓസ്കറെ തല്ലുന്നു. ദേഷ്യം പിടിച്ച ഓസ്കർ ഗ്ലോറിയയും തല്ലി. ഗ്ലോറിയയ്ക്ക് വയ്യാതായി. നമ്മൾ എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എനിക്കിനി നിന്റെ ജോലി വേണ്ട. എന്നാൽ ഓസ്കർ ഗ്ലോറിയയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നീ ജോലി വിട്ടു പോയാൽ ഞാൻ കൊറിയയിൽ നാശം വിതയ്ക്കും. ഗ്ലോറിയ അവിടെ നിന്ന് പോകില്ലെന്ന് പറഞ്ഞു. എങ്കിലും 2 ദിവസം ഗ്ലോറിയയെ കാണാത്തതിനാൽ ഓസ്കർ കൊറിയയെ ആക്രമിക്കുന്നു. പെട്ടെന്ന് ഓസ്കർ നിൽക്കുന്ന സ്ഥലം ഷെയ്ക്കാകാൻ തുടങ്ങി. നോക്കുമ്പോൾ കൊറിയയിലുള്ള മോൺസ്റ്റർ ഇവിടെ എത്തിയിരിക്കുന്നു. ആക്ച്വലി ഓസ്കറെ ഇല്ലാതാക്കാനായി ഗ്ലോറിയ കൊറിയയിലേക്ക് പോയി. അപ്പോൾ മോൺസ്റ്റർ ഇങ്ങോട്ടേക്കും വന്നു. അവനെ ദൂരേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ കൊറിയയിലെ റോബർട്ട് ഇല്ലാതാകുന്നു. കൊറിയയിലെ ആളുകൾ മോൺസ്റ്ററെ ഇഷ്ടപ്പെട്ടു. ഗ്ലോറിയ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ഒരിക്കലും ആ പാർക്കിൽ പോകില്ല, ഒരിക്കലും കൊറിയയിലേക്ക് വരില്ല. അങ്ങനെ ആളുകളെ സംരക്ഷിച്ച സന്തോഷത്തിൽ ഗ്ലോറിയ നിൽക്കുന്നതും കാണിച്ച് മൂവി അവസാനിക്കുന്നു.